നാളെയാണ് ഇന്ത്യയുടെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് തുടക്കമാവുന്നത്. നാളെ ഇന്ത്യയും അഫ്ഗാനുമാണ് നേർക്കുനേരെ വരുന്നത്. അഫ്ഗാനിസ്ഥാൻ മികച്ചൊരു ടീമാണ്. ന്യൂസിലൻഡ് ടീമിനെ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കെതിരെ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ഇല്ലെങ്കിൽ ഇന്ത്യ കളി തോൽക്കാൻ സാധ്യതയുണ്ട്. നാളത്തെ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. വിരാട് കോഹ്ലി പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചിൻ്റെ കംപ്ലീറ്റ് പ്രിവ്യൂവാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി അഫ്ഗാനിസ്ഥാൻ ടീമിനെ പരിഗണിച്ചാൽ അഫ്ഗാനിസ്ഥാൻ മികച്ച കളിയാണ് ഈ വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചത്. റാഷിദ് ഖാൻ മികച്ച രീതിയിൽ ബൗൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ഓപ്പണേഴ്സ് അടിച്ചു കളിക്കുന്നുണ്ട്. അവരുടെ വിക്കറ്റ് നേടാൻ എളുപ്പമല്ല. ഇനി ഇന്ത്യൻ ടീമിനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ 3 മാച്ചും ജയിച്ചിട്ടാണ് സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുന്നത്. കളി ഇന്ത്യ ജയിച്ചാലും ഇന്ത്യൻ ടീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഓപ്പണിംഗ് ആണ് ഫ്ലോപ്പ് ആവുന്നത്. വിരാട് കോഹ്ലിക്ക് ഫോം ആകാൻ സാധിക്കുന്നില്ല. 3 മാച്ചിൽ നിന്ന് ആകെ കൂടി 6 റൺസ് മാത്രമാണ് കോഹ്ലി എടുത്തിട്ടുള്ളത്. അത്രയ്ക്കും അട്ടർ ഫ്ലോപ്പാണ്. ഇപ്പോൾ ഇതാ സൂപ്പർ 8ൽ കോഹ്ലിക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. കോഹ്ലി കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കോഹ്ലിക്ക് പകരം ജയ്സ്വാൾ ആയിരിക്കും ഓപ്പണിംഗിൽ വരുന്നത്. രോഹിത് ശർമ്മയും ജയ്സ്വാളും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. 1 ഡൗണിൽ പതിവ് പോലെ തന്നെ ഋഷഭ് പന്ത് കളിക്കും. സൂര്യകുമാർ 4 നമ്പറിലായിരിക്കും. ഇനി ശിവൻ ദൂബയ്ക്ക് റെസ്റ്റ് കൊടുക്കും. സഞ്ജു 11ൽ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സഞ്ജുവിനെ വേൾഡ് കപ്പിൽ ഒരവസരം പോലും കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യം ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. എന്ത് വില കൊടുത്തും കപ്പ് നേടണം. അപ്പോൾ നാളത്തെ അഫ്ഗാനെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. ഋഷഭ് പന്ത്, സൂര്യ, സഞ്ജു, പാണ്ഡ്യ, ജഡേജ, സിറാജ്, ബുംറ, കുൽദീപ്. ചിലപ്പോൾ ഒരു അട്ടിമറി വിജയം നാളെ പ്രതീക്ഷിക്കാം. ഇന്ത്യ ശരിക്ക് കളിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നത് ഉറപ്പാണ്. ന്യൂസിലൻഡ് പോലും അഫ്ഗാന്റെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ കളി തോറ്റിട്ടുണ്ടായിരുന്നു. അത്രയും മികച്ച രീതിയിലാണ് അഫ്ഗാൻ ബൗൾ ചെയ്യുന്നത്. അപ്പോൾ നാളത്തെ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമോ അഫ്ഗാൻ ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.